ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം 15-ാം അധ്യായം. മൈത്രേയ ഉവാച. പ്രാജാപത്യം തു തത്തേജ പരതേജോഹനം ദിദിഃ ദദാര വർഷാണി ശതം ശങ്കമാനാസുരാർദ്ധനാത്. ദേവന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായ ജയവിജയന്മാർക്ക് ശാപം നേരിട്ടതായ ചരിത്രം ദേവന്മാരോട് പറയുന്നതിന് മൈത്രേയൻ വിതുരരോട് പറയുന്നതാണ് ഈ അധ്യായത്തിലെ കഥാസാരം. കശ്യപ പ്രജാപതിയിൽ നിന്ന് ദിതിയിൽ പ്രവേശിച്ചിരിക്കുന്നതായ ആ വീര്യമാകട്ടെ പരന്മാരുടെ തേജസ്സിനെ സംഹരിക്കുന്നതിന് സമർത്ഥമായതാകയാൽ തന്നിൽ നിന്നുണ്ടാകുന്ന 2 പുത്രന്മാരിൽ നിന്ന് ദേവന്മാർക്കുണ്ടാകാൻ പോകുന്ന ഉപദ്രവത്തെ ശങ്കിച്ചിട്ട് ദിതി ആ വീര്യത്തെ 100 വർഷക്കാലം ഉദരത്തിൽ തന്നെ ധരിച്ചു. ദേവി ആയതുകൊണ്ട് ഇച്ഛാനുസരണം ഗർഭത്തെ ധരിപ്പാനും പ്രസവിപ്പാനും കഴിയുമെന്ന് മനസ്സിലാക്കണം. ദിതിയുടെ ഗർഭത്തിൽ വസിക്കുന്ന കശ്യപ വീര്യത്തിൽ നിന്ന് പുറമേ വ്യാപിക്കുന്നതായ തേജസ്സിൻ്റെ ആധിക്യം നിമിത്തം സൂര്യാദിഗോളങ്ങളുടെ പ്രഭ കുറഞ്ഞു. അതുനിമിത്തം ലോകത്തിൽ കിഴക്ക് തെക്ക് മുതലായ ദിക്കുകളെ തിരിച്ചറിയുവാൻ പാടില്ലാത്ത വിധം അന്ധകാരം വ്യാപിച്ചു. ഇന്ദ്രാദി ദേവന്മാരായ ലോകപാലന്മാർ വീര്യഹീനന്മാരായിട്ട് മേരുമൂർധാവിലുള്ള സത്യലോകത്തിൽ ബ്രഹ്മദേവൻ്റെ സദസ്സിൽ ചെന്ന് ലോകസ്രഷ്ടാവായ ആ ദേവനോട് ഈ സംഗതി ഉണർത്തിച്ചു. ദേവന്മാർ ബ്രഹ്മാവിനോട് പറഞ്ഞു, എല്ലാം അറിഞ്ഞിരിക്കുന്ന ഹേ ഭഗവൻ, ദിക്കുകളിൽ നിറഞ്ഞിരിക്കുന്ന ഈ അന്ധകാരത്തെ അങ്ങ് അറിയുന്നില്ലേ? അതെന്താണെന്നറിയാതെ ഞങ്ങൾക്ക് ഭയം തോന്നുന്നു. കാലശക്തിയാൽ മറയ്ക്കപ്പെടാത്ത ജ്ഞാനമാർഗത്തോടുകൂടിയ അങ്ങയുടെ ബുദ്ധിവൃത്തിയിൽ പ്രകാശിക്കാത്തതായ സംഗതി യാതൊന്നുമില്ലല്ലോ. അല്ലയോ ദേവന്മാരായ ഞങ്ങളുടെയും ദേവ, ലോകങ്ങളെ നിർമ്മിക്കുന്നതിൽ സമർത്ഥ, ലോകനാഥന്മാരിൽ ഉത്കൃഷ്ട, പണ്ടുണ്ടായവരും ഇപ്പോഴുള്ളവരുമായ സർവ്വഭൂതങ്ങളുടെയും അഭിപ്രായത്തെ അങ്ങ് അറിയുന്നുണ്ടല്ലോ. ജ്ഞാനശക്തി തന്നെ അങ്ങയുടെ വീര്യം. സ്വേച്ഛയാ രജോഗുണത്തെ അംഗീകരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ സ്വരൂപം വ്യക്തമായി കാണപ്പെടുന്നത്. അങ്ങയുടെ ഉൽപ്പത്തിസ്ഥാനം ഏതാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഇപ്രകാരം ഇരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. ഈ കാണപ്പെടുന്ന സകല ലോകങ്ങളെയും അങ്ങ് അങ്ങയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു. സ്ഥൂലമായും സൂക്ഷ്മമായും ഇരിക്കുന്ന ഈ ലോകമായി ഭവിച്ചതു തന്നെ അങ്ങാകുന്നു. എങ്കിലും ജീവരാശികളെ അനുഗ്രഹിക്കുന്ന ഭവാൻ ലോകത്തിൽ നിന്ന് ഭിന്നനുമായിരിക്കുന്നു. ഇപ്രകാരമുള്ള അങ്ങയെ ബലകാംക്ഷ കൂടാതെ ആർ ഭജിക്കുന്നുവോ അവരാണ് പരമഭക്തിയോഗത്തെ അടഞ്ഞവർ. അവരുടെ പ്രാണവായുക്കളും ഇന്ദ്രിയങ്ങളും മനസ്സും അവർക്ക് കീഴടങ്ങിയിരിക്കുന്നു. അവരിൽ അങ്ങയുടെ പരിപൂർണമായ അനുഗ്രഹവും എപ്പോഴും ഉള്ളതിനാൽ അവർക്ക് യാതൊരുവനിൽ നിന്നും ഒരു കാലത്തും യാതൊരുവിധമായ പരിഭവവും നേരിടുകയില്ല. അങ്ങയുടെ വേദലക്ഷണയായ വാക്കിനാൽ മൂക്കുതുളച്ചു കോർത്തിരിക്കുന്ന കയറിനാൽ കാളകളെന്ന പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സകല പ്രജകളും അവരവരുടെ അധികാരത്തെ നിർവഹിക്കുന്നതായ ബലിയെ അങ്ങയ്ക്കു സമർപ്പിക്കുന്നു. സർവ്വനിയന്താവായിരിക്കുന്ന ആ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ന്യായമായ പ്രവൃത്തി മാർഗത്തെ കാട്ടിക്കൊടുത്ത് ജീവകോടികളെ ക്രമത്തിൽ സ്വരൂപാനന്ദം അനുഭവിപ്പിക്കാൻ അർഹനാക്കി തീർക്കുന്ന കർമ്മകാണ്ഡമാണ് ലോകത്തെ നിലനിർത്തുവാൻ ഉപകരിക്കുന്ന വേദഭാഗം. സർവത്ര പരിപൂർണനും സർവേശ്വരനുമായിരിക്കുന്ന അങ്ങ് അന്ധകാരം നിമിത്തം ദിവസത്തെയും രാത്രിയെയും വേർതിരിച്ചറിയാതെ വേദോക്തങ്ങളായ നിത്യനൈമിത്തിക കർമ്മങ്ങളെ കൂടെ നടത്തുവാൻ സാധിക്കാതെയിരിക്കുന്ന ജനങ്ങൾക്കുള്ള ദുഃഖത്തെ തീർത്ത് സുഖത്തെ നൽകണമേ. അതിനായി അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ പൂർണ്ണ കരുണാദൃഷ്ടി കൊണ്ട് കടാക്ഷിക്കണമേ. ഹേ ദേവ, കശ്യപ മഹർഷി ദിതിയിൽ അർപ്പിച്ചിരിക്കുന്ന വീര്യം ദിതിയിൽ ഗർഭമായി ഭവിച്ചിട്ട് ഉണങ്ങിയ വിറകിൽ വ്യാപിച്ചിരിക്കുന്ന അഗ്നി എന്ന പോലെ അത്യധികം ജ്വലിച്ചും കൊണ്ടും ദിക്കുകളെ നോക്കി കാണുവാൻ പാടില്ലാത്ത വിധം അന്ധകാരമാക്കി തീർത്തും വല്ലാതെ വർദ്ധിക്കുന്നുവല്ലോ. മൈത്രേയ ഉവാച. സപ്രഹസ്യ മഹാബാഹോ ഭഗവാൻ ശബ്ദഗോചരഃ പ്രത്യാജഷ്ടാത്മഭൂർദേവാൻ പ്രീണൻ രുചിരയാ ഗിരാ. മൈത്രേയർ പറഞ്ഞു, ഹേ മഹാഭാഗ്യവനായ വിതുര, വേദവാക്കിന് വിഷയമായി ഭവിച്ചിരിക്കുന്നവനും ജ്ഞാനാദി ഗുണങ്ങൾ തികഞ്ഞവനുമായ ബ്രഹ്മാവ് സൗമ്യമായ വാക്കുകൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിച്ചും മന്ദഹാസം ചെയ്തും മറുപടി പറഞ്ഞു. ബ്രഹ്മോവാച. മനസാമേ സുതായുഷ്മത് പൂർവജാസനഗാദയഃ ചേരുർവിഹായ സാ ലോകാൻ ലോകേഷു വിഗതസ്പൃഹാഃ.
ബ്രഹ്മദേവൻ പറഞ്ഞു. ശാപം നിമിത്തം വൈകുണ്ഠത്തിൽ നിന്ന് പതിച്ച ജയവിജയന്മാരാണ് ദിതിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്ന് പറയുവാൻ ഭാവിച്ചിരിക്കുന്ന ബ്രഹ്മദേവൻ ശാപകാരണത്തെ ദേവന്മാരോട് പറയുന്നു. എൻ്റെ സങ്കല്പമാത്രത്താൽ ഉത്ഭവിച്ചവരും നിങ്ങളുടെ പൂർവജന്മാരുമായ സനകാദികളായ പുത്രന്മാർ ജനങ്ങളിൽ നിന്ന് യാതൊരു കാര്യങ്ങളെയും ആഗ്രഹിക്കാത്തവരാണെങ്കിലും അവർ ആകാശമാർഗത്തിൽ കൂടെ ഓരോ ലോകങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സനകാദികൾ ഒരു നാൾ കാമാദി ദോഷങ്ങൾ യാതൊന്നും ബാധിക്കാത്തതുകൊണ്ട് ശുദ്ധാന്തകരണനായും ഐശ്വര്യപൂർണനുമായിരിക്കുന്ന ശ്രീ വിഷ്ണുവിൻ്റെ സ്ഥാനവും സർവരാലും നമസ്കരിക്കപ്പെടുന്നതുമായ വൈകുണ്ഠത്തിൽ പ്രവേശിച്ചു. അവിടെ വസിക്കുന്ന സർവ്വപുരുഷന്മാരും വിഷ്ണുവിനെ പോലെയുള്ള ദേഹമുള്ളവരാകുന്നു. ആ വിധം സ്വരൂപം കിട്ടുവാനുള്ള കാരണമെന്തെന്നാൽ ബലകാംക്ഷ കൂടാതെ പരമഭക്തിയാകുന്ന ഏക കാരണത്തെ ആശ്രയിച്ചുകൊണ്ട് ആർ ശ്രീഹരിയെ പൂജിക്കുന്നുവോ അവർക്ക് വിഷ്ണുവിൻ്റെ രൂപവും വസിപ്പാൻ വൈകുണ്ഠലോകവും ഭഗവാൻ തന്നെ നൽകുന്നു. അവിടെ ലോകങ്ങളുടെ പരമകാരണഭൂതനും വേദവേദ്യനും ജ്ഞാനവൈരാഗ്യാദികളായ 6 ഗുണങ്ങൾ തികഞ്ഞവനുമായ പരമപുരുഷൻ ശുദ്ധ സത്വഗുണപൂർണമായ മൂർത്തിയെ ധരിച്ചും ഭക്തന്മാരായ ഞങ്ങളുടെ അഭീഷ്ടത്തെ നൽകിയും ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് വസിക്കുന്നു. എല്ലാ ഋതുക്കളിലുമുണ്ടാകുന്ന പുഷ്പബല സമൃദ്ധിയാൽ എപ്പോഴും വിശേഷമായി പ്രകാശിക്കുന്നതും സകലാഭീഷ്ടങ്ങളെയും വർഷിച്ചു കൊടുക്കുന്ന വൃക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന കൈവല്യമോ എന്ന് തോന്നുമാറ് ആനന്ദപ്രദവുമായ നൈശ്രേയസം എന്ന ഉദ്യാനം അവിടെയുണ്ട്. യാതൊരു ലോകത്തിൽ വിമാനത്തിൽ ഭാര്യാസഹിതന്മാരായിരിക്കുന്നവർ അവിടെ ജലമധ്യത്തിൽ വിരിഞ്ഞു നിൽക്കുന്നവയും മകരന്തം നിറഞ്ഞവയുമായ വസന്ത ഋതുക്കളിലെ പുഷ്പങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഗന്ധം അവരുടെ ബുദ്ധിവൃത്തിയെ ഖണ്ഡിക്കുവാൻ സമർത്ഥമായിരിക്കുന്നുവെങ്കിലും ആ ഗന്ധം വഹിച്ചു വരുന്ന വായുവിനെ നിസ്സാരമാക്കിക്കൊണ്ട് ആ വായുനിമിത്തം മനോവികാരത്തെ പ്രാപിക്കാതെ കണ്ട് സകല ലോകങ്ങളുടെ കാമക്രോധാദി ദോഷങ്ങളെ ശമിപ്പിച്ച് അന്ധകരണത്തെ പരിശുദ്ധമാക്കുന്നതിന് യോഗ്യങ്ങളായ ഭഗവത് ചരിത്രങ്ങളെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ലോകത്തിലെ ജനങ്ങൾ ഹരിഭക്തന്മാരെന്ന സംഗതിയിരിക്കട്ടെ, പക്ഷികൾ കൂടെ അവിടെ ഹരികഥാശ്രവണത്തിൽ ആസക്തിയെ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് വർണ്ണിക്കുന്നു. പ്രാവുകൾ, കുയിലുകൾ, കുളക്കോഴികൾ, ചക്രവാകങ്ങൾ, ചാതകങ്ങൾ, ഹംസങ്ങൾ, കിളികൾ, തിത്തിരികൾ, മയിലുകൾ മുതലായ പക്ഷികളുടെ കോലാഹലം, വണ്ടുകളുടെ അധിപൻ ഗാനം ചെയ്യുന്ന സമയം ഇവൻ ഹരികീർത്തനം ചെയ്യുകയാണോ എന്നുള്ള ശ്രദ്ധ നിമിത്തം എന്ന പോലെ അല്പനേരത്തേക്ക് വിരതിയെ പ്രാപിക്കുന്നു. വൈകുണ്ഠത്തിലുള്ള ഉദ്യാനവൃക്ഷങ്ങളും ചെടികളും കൂടെ ഹരിഭക്തിയെ ആദരിക്കുന്നവയാകുന്നു. തുളസിയെ ആഭരണമായി സ്വീകരിച്ചിരിക്കുന്ന ഭഗവാൻ അതിൻ്റെ ഗന്ധത്തെ അധികം ആദരിച്ചിരിക്കുമ്പോൾ മന്ദാരം, കുന്തം, കുരഭം, ഉൽബലം, ചമ്പകം, അരളി, പുന്നാകം, നാഗകേസരം, ബകുളം, താമര, പാരിജാതം എന്നീ വൃക്ഷങ്ങളും പൂച്ചെടികളും വല്ലികളും അവയിലുള്ള പുഷ്പങ്ങളും തുളസി ചെയ്തതായ തപസ്സിനെ ബഹുമാനിക്കുന്നു. കൃഷ്ണഭക്തി കൊണ്ട് മാത്രം സിദ്ധിക്കുന്നവയും വൈഡൂര്യം, മരതകം, സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ചവയുമായ വിമാനങ്ങൾ വൈകുണ്ഠത്തിൽ ഏതു ഭാഗത്തും പൂർണ്ണമായിരിക്കുന്നു. അതിലിരുന്ന് കൃഷ്ണനെ തന്നെ ഭജിക്കുന്നവരുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കയാൽ തടിച്ചിരിക്കുന്ന കടിതടത്തോടും മന്ദഹാസത്താൽ വിളങ്ങുന്ന മുഖത്തോടും കൂടിയ പരമസുന്ദരികളുടെ ഹാസാദിഭാവങ്ങൾക്ക് ഇവരുടെ മനസ്സിൽ കാമവികാരം ജനിപ്പിക്കുന്നതിന് സാധിക്കാതെ തന്നെ ഇരിക്കുന്നു. ബ്രഹ്മാദികളായ അന്യദേവന്മാർ യാതൊരുവളുടെ പ്രസാദം ലഭിപ്പാനായിട്ട് പരിശ്രമിക്കുന്നുവോ ആ ലക്ഷ്മീദേവി മനോഹരമായ രൂപത്തെ ധരിച്ച് താമരപ്പൂ പോലെ മനോഹരമായിരിക്കുന്ന കാലിലിരിക്കുന്ന ചിലമ്പുകളെ മന്ദമായി ശബ്ദിപ്പിച്ചുകൊണ്ട് ലീലയ്ക്കായി പിടിച്ചിരിക്കുന്ന താമരപ്പൂവോടുകൂടിയ കരത്തെ നീട്ടിക്കൊണ്ട് വൈകുണ്ഠത്തെ അടിച്ചുവാരുന്ന വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ എന്ന് തോന്നുമാറ് അവിടെവിടെ സ്വർണ്ണ തകിടു പതിച്ചിരിക്കുന്ന വൈഡൂര്യ നിർമ്മിതമായ ചുമരിൽ പ്രതിഫലിച്ചു കാണപ്പെടുന്നു. അല്ലയോ ദേവന്മാരെ, യാതൊരു ലോകത്തിൽ പവിഴം കൊണ്ട് കെട്ടിപ്പടുത്തതും അമൃതതുല്യമായ ജലം നിറഞ്ഞു നിൽക്കുന്നതുമായ തടാകങ്ങളിൽ ലക്ഷ്മീദേവി തൻ്റെ മുഖകാന്തി വിശേഷത്തെ നോക്കി കാണുന്നു. അപ്പോൾ അളകങ്ങളുടെ ശോഭയും നാസികയുടെ മനോജ്ഞതയും ഇത്രയധികമായിരിക്കുന്നത് ഭഗവാൻ അതിന്മേൽ ചുംബനം ചെയ്തതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ആ ഭഗവത് പ്രസാദത്തെ ആദരിപ്പാനായിട്ട് ദാസീസമേതം പൂങ്കാവിൽ പ്രവേശിച്ച് തുളസീദളങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നു. സകല പാപങ്ങളെയും തീർക്കുന്ന ഭഗവാന്റെ ലോകനിർമ്മാണാദി കഥകളിൽ സംബന്ധപ്പെടാതെ ഇരിക്കുന്ന അന്യവിഷയങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നവയും മിഥ്യാകാര്യങ്ങളിൽ ആഗ്രഹം ജനിപ്പിക്കുന്നവയാകയാൽ വിചാരശക്തിയെ നശിപ്പിക്കുന്നവയുമായ കുൽസിത കഥകളെ കേൾക്കുന്നവർ ആ ലോകത്തെ പ്രാപിക്കുകയില്ല.
എന്നുതന്നെയല്ല, കേൾക്കുന്നവരുടെ ബുദ്ധിഗുണത്തെ ദുഷിപ്പിക്കുന്ന ആ കഥകൾ കേൾക്കുന്ന ആളുകളെയെല്ലാം കരയില്ലാത്ത നരകങ്ങളിൽ തള്ളിവിടുന്നു. യാതൊരു ജന്മത്തിൽ ധർമ്മവും പരമാത്മാവിൻ്റെ സൂക്ഷ്മാവസ്ഥയെ സംബന്ധിച്ച് പരമാർത്ഥമായ അറിവും സമ്പാദിക്കുവാൻ സാധിക്കുമോ? ബ്രഹ്മാദികളായ ഞങ്ങൾ കൂടെ ആഗ്രഹിക്കുന്നതായ ആ മനുഷ്യജന്മം ലഭിച്ചിട്ടും ആർ ആ ഭഗവാനെ ആരാധിക്കുന്നില്ലയോ? അവർ ഭഗവാന്റെ അനാദിയായ മായാശക്തിയാൽ മോഹിപ്പിക്കപ്പെട്ടവരാകുന്നു. ഭഗവാന്റെ അചിന്ത്യ ശക്തിയാൽ ലോകങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായിട്ട് നിർമ്മിക്കപ്പെട്ടതും എല്ലാവരാലും പ്രാധാന്യേന ബഹുമാനിക്കപ്പെടുന്നതും ലോകങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ലാത്ത വിധത്തിൽ അപൂർവവും ദേവന്മാരുടെ വാഹനങ്ങളായ വിചിത്ര വിമാനങ്ങളിൽ നിന്ന് ജനിക്കുന്ന ശോഭാതിശയത്തോടു കൂടിയതുമായ ആ വൈകുണ്ഠത്തെ സനകാദി മുനികൾ പ്രാപിച്ചപ്പോൾ പരമാനന്ദം അവർക്കുണ്ടായി. വൈകുണ്ഠലോകത്തിൽ 7 മതിൽ ചുറ്റുകളുണ്ട്. ഓരോന്നിലും അത്ഭുതജനകങ്ങളായ പല വസ്തുക്കളെയും കാണുവാനുമുണ്ട്. എന്നാൽ ഭഗവാനെ കാണുവാനുള്ള അത്യാസക്തി നിമിത്തം മറ്റു കാഴ്ചകളിൽ ഒന്നും ആഗ്രഹിക്കാതെ വേഗത്തിൽ 6 കക്ഷികളെയും കടന്നുപോയ സനകാദി മുനികൾ 7ാമത്തെ ദ്വാരത്തിൽ ഒരുപോലെ പ്രായമുള്ളവരും ദ്വാരപാലകന്മാരാണെന്ന് സൂചിപ്പിക്കുന്ന ഗദ കയ്യിൽ പിടിച്ചിരിക്കുന്നവരും അത്യന്തം ശോഭയുള്ള തോൾവള, കുണ്ടലം, കിരീടം മുതലായ ആഭരണങ്ങൾ നിമിത്തം അധികം മനോഹരവേഷമുള്ളവരുമായ 2 ദേവന്മാരെ കണ്ടു. നീലനിറമുള്ള 4 കൈകളുടെ മധ്യേ മാറിടത്തിൽ ശോഭിക്കുന്നതും സൗരഭ്യം നിമിത്തം ചുറ്റും പറക്കുന്ന മതിച്ച വണ്ടുകളോട് കൂടിയതുമായ വനമാലയെ ധരിച്ചിരിക്കുന്ന ആ ദേവന്മാരുടെ പുരികങ്ങളുടെ വളവും ശ്വാസങ്ങളുടെ വേഗത്തോടുകൂടിയ നിർഗമത്താൽ വികസിച്ചിരിക്കുന്ന നാസാപുടങ്ങളുടെ സ്ഥിതിയും കണ്ണുകളുടെ ചുവപ്പും ചേർന്നിരിക്കുന്ന മുഖത്തെ ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അല്പം കുപിതന്മാരാണിവരെന്ന് സനകാദികൾക്ക് തോന്നി. യാതൊരുത്തർ സമഭാവന നിമിത്തം യാതൊരു തടസ്സവും ശങ്കയും കൂടാതെ എങ്ങും സഞ്ചരിക്കുന്നുവോ ആ സനകാദി മുനികൾ സ്വർണം കൊണ്ടും വജ്രം കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന വാതിലുകളോട് കൂടിയ പൂർവ്വദ്വാരങ്ങൾ 6 കടന്നു വന്നതുപോലെ ഈ 7ാമത്തെ ദ്വാരത്തിലും കാവൽക്കാരായി നിൽക്കുന്ന ഈ 2 ദേവന്മാരോടും യാതൊന്നും ചോദിക്കാതെ അതിനുള്ളിലേക്ക് കടന്നു. ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായതുകൊണ്ട് വൃദ്ധന്മാരാണെങ്കിലും ആത്മാവിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞവരാകയാൽ നിത്യവും 5 വയസ്സായവരെ പോലെ ഇരിക്കുന്നവരും ദേഹാഭിമാനമില്ലാത്തതിനാൽ വസ്ത്ര ആച്ഛാദനത്തോട് കൂടാത്തവരുമായ ഈ 4 പേർ സനകാദികൾ സമ്മതം ചോദിക്കാതെ ദ്വാരത്തിൽ കൂടെ കടന്നുപോകുന്നത് കണ്ടപ്പോൾ ഈ 2 ദ്വാരപാലന്മാർ വാക്കുകൊണ്ടും ഗത കൊണ്ടും അവരെ തടസ്സപ്പെടുത്തി. അവരുടെ നേരെ അങ്ങനെ പ്രവർത്തിപ്പാൻ പാടുള്ളതല്ല എങ്കിലും അവർക്ക് അങ്ങനെയാണപ്പോൾ തോന്നിയത്. ഭക്തവത്സലനായ ഭഗവാന്റെ സ്വഭാവത്തിന് വിപരീതമായ സ്വഭാവത്തെ പാർഷദന്മാർ പ്രകാശിപ്പിച്ചതും ഭഗവത് ഇച്ഛ തന്നെ ആയിരിക്കാമെന്നേ വിചാരിപ്പാൻ മാർഗമുള്ളൂ. മറ്റുള്ള ദേവന്മാർ നോക്കി നിൽക്കെ ശ്രീഹരിയുടെ ദ്വാരപാലന്മാർ അത്യന്തം പൂജ്യന്മാരായിരിക്കുന്ന സനകാദികളെ പ്രവേശിപ്പാൻ സമ്മതിക്കാതെ തടുത്തു നിർത്തിയപ്പോൾ അവരുടെ പരമപ്രേമത്തിന് വിഷയമായിരിക്കുന്ന ശ്രീ ഭഗവാനെ വേഗത്തിൽ കാണുവാനുണ്ടായിരുന്ന ആഗ്രഹം തടസ്സപ്പെട്ടതിനാൽ കാമാനുജനായ കോപം അല്പം അവരുടെ നേത്രങ്ങളിൽ പെട്ടെന്ന് സ്ഫുരിച്ചു. അപ്പോൾ അവർ ഇങ്ങനെ ശപിച്ചു: മുനയ ഊജുഹോ കോവാമിഹൈത്യ ഭഗവത് പരിചര്യയോച്ചൈസ്തദ്ധർമ്മിണാം നിവസതാം വിഷമസ്വഭാവഃ തസ്മിൻ പ്രശാന്ത പുരുഷേ ഗതവിഗ്രഹേ വാം കോവാത്മവത് കുഹകയോ പരിശങ്കനീയഃ നഹ്യന്തരം ഭഗവതീഹ സമസ്തകുക്ഷാവാത്മാനമാത്മനി നഭോ നഭസീവ ധീരാഃ പശ്യന്തി യത്ര യുവയോ സുരലിംഗിനോ കിം ഉത്പാദിതം ഹ്യുദരഭേദി ഭയം യദോസ്യ തദ്ധാമമുഷ്യ പരമസ്യ വിഖണ്ഡഭർത്തുഃ കർത്തും പ്രഹൃഷ്ടമിഹ ധീമഹി മന്ദദീഭ്യാം ലോകാനിതോ വ്രജതമന്തരഭാവദൃഷ്ട്യാ പാപീയസസ്തയ ഇമേ രിഭവോസ്യ യത്ര. സനകാദി മുനിമാർ പറഞ്ഞു: ബഹുജന്മങ്ങളിൽ അനുഷ്ഠിച്ചതായ ഉത്കൃഷ്ട ഭഗവത് പരിചര്യയുടെ ബലം കൊണ്ട് ഇവിടെ വരുവാൻ ഭാഗ്യം സിദ്ധിച്ചവരെല്ലാം ഭഗവാനെപ്പോലെ ബ്രാഹ്മണ ഭക്തി, സമഭാവം മുതലായ ഗുണമുള്ളവരായിരിക്കുമല്ലോ. നിങ്ങളിൽ ഈ വിഷമഭാവം എങ്ങനെ വന്നു ചേർന്നു? ആരിലും ദോഷമില്ലാതെ പരമശാന്ത്യാദി ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന ആ ഭഗവാനെ ദ്വേഷിക്കുന്നവർ ആരിയ്ക്കുന്നു? നിങ്ങൾ സ്വതേ കുടിലന്മാരായതുകൊണ്ടാണ് ഈ ശങ്ക ജനിച്ചത്. കപട സ്വഭാവമുള്ളവർ മറ്റുള്ളവരിലും ആ സ്വഭാവമുണ്ടായിരിക്കുമെന്ന് ശങ്കിക്കുമല്ലോ. സർവവും ഭഗവാന്റെ കുക്ഷിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ
വിചാരശീലന്മാരായ പണ്ഡിതന്മാർ സർവാത്മാവായിരിക്കുന്ന ഭഗവാനിൽ മഹാകാശത്തിൽ ഘടാകാശത്തെ എന്ന പോലെ ആത്മാവിനെ അഭേദമായിട്ട് കാണുന്നു. നിങ്ങളാകട്ടെ വേഷത്താൽ ദേവന്മാരായിരിക്കുന്നുവെങ്കിലും ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതാണ് ആത്മാവെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടല്ലേ ദേഹഭേദം നിമിത്തമുണ്ടായ ഭയം നിങ്ങളിൽ കാണപ്പെട്ടത്. വൈകുണ്ഠനാഥനായ ഭഗവാന്റെ സർവാത്മഭാവത്തെ അറിയുവാൻ ബുദ്ധിയില്ലാത്തവരായ നിങ്ങൾ നിമിത്തം ഇവിടെ ഉണ്ടാവാനിടയുള്ള അഭദ്രത്തെ നീക്കി മംഗളത്തെ ജനിപ്പിക്കുവാൻ മതിയായ കാര്യം ഞങ്ങളിപ്പോൾ ചെയ്യുവാൻ വിചാരിക്കുന്നു. ഭേദഭാവനയുള്ള നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പാപബഹുളങ്ങളായ ലോകങ്ങളിലേക്ക് പോകുവിൻ. അവിടെ ഭേദഭാവനയുള്ളവൻ്റെ ശത്രുക്കളായിട്ട് കാമം, ക്രോധം, ലോഭം എന്ന് 3 വൃത്തികളുണ്ട്. ആ ശത്രുക്കളുടെ പീഡനിമിത്തം കാലാന്തരത്തിൽ നിങ്ങൾ ഭേദഭാവന കൊണ്ടുള്ള ദോഷത്തെ നന്നായി അറിഞ്ഞ് അതിൽ നിന്നും മുക്തരാകും. ആ മുനിമാരുടെ ഘോരമായ ഈ ഭാഷിതത്തെ കേട്ട് അസ്ത്രസമൂഹങ്ങൾ കൊണ്ടും തടുക്കാൻ സാധിക്കാത്തതായ ബ്രാഹ്മണശാപം നേരിട്ടുവല്ലോ എന്നാലോചിച്ച് അധികം ഭയപ്പെട്ട ഹരിഭൃത്യന്മാർ 2 പേരും മഹാഭയത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് മുനിമാരുടെ പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്തു. ഭഗവാന്മാരായ നിങ്ങൾ കുറ്റം ചെയ്തവനെ ശിക്ഷിച്ചു, അത് ഉചിതം തന്നെ. അതിനെ ഞങ്ങൾ സർവാത്മന അംഗീകരിക്കുന്നു. അത് ഞങ്ങൾക്ക് അനുഗ്രഹവുമാണ്. എന്തുകൊണ്ടെന്നാൽ ഇനിമേൽ ദേവന്മാരെ അവമാനിക്കുന്നതിനുള്ള വാസന ഞങ്ങൾക്കല്പവും ഉണ്ടാകയില്ലല്ലോ. ഞങ്ങളെ ശപിച്ചുവല്ലോ എന്നുള്ള ഖേദം നിങ്ങൾക്കുണ്ടായതിൻ്റെ ഫലമായിട്ട് ഭഗവത് സ്മരണത്തെ വിഘ്നപ്പെടുത്തുന്നതായ മഹാമോഹം ഞങ്ങളെ ബാധിക്കാതിരിക്കണമെന്ന് അനുഗ്രഹിക്കണം. ഈ ലോകത്തിൽ നിന്ന് അധോലോകത്തിൽ ജനിച്ചാലും ഭഗവത് ഭാവന ഞങ്ങൾക്കുണ്ടായി വരണം. ഇങ്ങനെ സനകാദികളുടെ നേരെ സ്വഭൃത്യന്മാർ കാട്ടിയ അതിക്രമത്തെ അപ്പോൾ തന്നെ അറിഞ്ഞ ഭഗവാൻ ലക്ഷ്മി സഹിതനായിട്ട് ആ ദ്വാരദേശത്തേക്ക് പാദസഞ്ചാരേണ പെട്ടെന്ന് വന്നു. തൻ്റെ നാഭീകമലത്തിൽ നിന്നുണ്ടായ താമരപ്പൂവിൽ നിന്നാണല്ലോ ലോകമുണ്ടായത്. ആ ലോകത്തെയെല്ലാം ഒരുപോലെ കരുതി എല്ലാവരെയും സമാധാനിപ്പിക്കേണ്ടതായ ഭാരവാഹിയാണല്ലോ ഭഗവാൻ. ദർശനമാത്രത്താൽ ആര്യന്മാരെ ആനന്ദിപ്പിക്കുന്ന ദിവ്യമംഗള വിഗ്രഹത്തെ സനകാദികളുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചു. പരമഹംസന്മാരായ ആ മുനിമാർ കാണുവാൻ ആഗ്രഹിച്ച പാദങ്ങളെ കാണുവാൻ തടസ്സപ്പെടുത്തിയതുകൊണ്ടല്ലേ അവർക്ക് കോപം ഉത്ഭവിച്ചത്. ആ ചരണങ്ങളെ ദർശിപ്പിച്ച് അവരുടെ ചിത്തക്ഷോഭത്തെ ശമിപ്പിക്കണമെന്നുള്ള അനുഗ്രഹ ബുദ്ധിയോടുകൂടെ അവിടെ എഴുന്നള്ളി. ഛത്രം, ചാമരം, പാതുകം മുതലായ സാധനങ്ങളെ സ്വഭൃത്യന്മാർ കൊണ്ടുവന്നു ഭഗവാന് സമർപ്പിക്കുന്നതുകൊണ്ട് അകമ്പടികളോടുകൂടാതെ ബദ്ധപ്പാടോടുകൂടിയാണ് ഭഗവാൻ പുറപ്പെട്ടതെന്ന് സൂചിപ്പിച്ചു. ഇത്രകാലവും സമാധിയിൽ കണ്ട് ആനന്ദിച്ചിരുന്ന ആ ദിവ്യവിഗ്രഹം ഇപ്പോൾ നേത്രങ്ങൾക്കു തന്നെ വിഷയമായി ഭവിച്ചിരിക്കുന്നു. 2 ഭാഗത്തും ഭൃത്യന്മാർ നിന്ന് പിടിച്ചു വീശുന്ന ഹംസപക്ഷികളുടെ വർണ്ണം പോലെ ശുഭ്രമായിരിക്കുന്ന ചാമരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സുഖകരമായ വായുവിൻ്റെ സ്പർശനം നിമിത്തം ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ആതപത്രത്തിൽ കെട്ടി അലങ്കരിച്ചിരിക്കുന്ന മുത്തുമാലകളിൽ നിന്ന് ജലബിന്ദുക്കൾ ഭഗവാന്റെ മേൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രകാരം എഴുന്നള്ളിയ ശ്രീനാരായണമൂർത്തിയെ സനകാദികൾ കണ്ടു. സനകാദികളുടെയും സ്വഭൃത്യന്മാരുടെയും നേർക്കുള്ള അനുഗ്രഹബുദ്ധിയെ പ്രകാശിപ്പിക്കുവാൻ തക്കവിധം ശോഭനമായിരുന്നു ഭഗവാന്റെ മുഖാരവിന്ദം. ആഗ്രഹിക്കത്തക്ക കാന്തി, സൗകുമാര്യം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങളുടെ ആശ്രയഭൂതനായിരുന്നു. സ്നേഹത്തെ സൂചിപ്പിക്കുന്ന നോട്ടത്താൽ ഭക്തന്മാരായ അവരുടെ ഹൃദയത്തിൽ ആ സ്വരൂപം സുഖേന പ്രവേശിച്ചിരുന്നു. ശ്യാമള നിറവും വിസ്താരവുമുള്ള മാറിടത്തിൽ പ്രകാശിക്കുന്ന ശോഭാതിശയം സത്യലോക പര്യന്തമുള്ള ലോകങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായിരിക്കുന്ന വൈകുണ്ഠത്തെ തന്നെ അത്യന്തം ശോഭിപ്പിച്ചുകൊണ്ടുമിരുന്നു. ഇപ്രകാരമുള്ള ഭഗവത് സ്വരൂപത്തെ സനകാദികൾ കണ്ടു. തടിച്ചും വിസ്താരമുള്ളതുമായ നിതംബത്തിൽ ധരിച്ചിട്ടുള്ള മഞ്ഞപ്പട്ടിൻ്റെ മേൽ അരഞ്ഞാണം പ്രകാശിച്ചു കിടക്കുന്നുണ്ട്. മനോഹരമായ വാസനയേറ്റുവന്ന് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടുകളാൽ ചുറ്റപ്പെട്ട വനമാലയെ മാറിടത്തിൽ ധരിച്ചിട്ടുണ്ട്. മനോഹരമായ പ്രകോഷ്ഠത്തിൽ ധരിച്ചിരിക്കുന്ന വലയത്തോടുകൂടിയ ഇടത്തെ കൈ ഗരുഡൻ്റെ മീതെ വെച്ചും വലത്തെ കൈകൊണ്ട് തണ്ടോടുകൂടിയ ഒരു താമരപ്പൂവിനെ ചലിപ്പിച്ചും കൊണ്ട് നേരിട്ട് വരുന്ന ഭഗവാനെ സനകാദികൾ കണ്ടു. സ്വപ്രഭയാൽ മിന്നലിൻ്റെ കാന്തിയെ തിരസ്കരിക്കുന്ന മകരകുണ്ടലങ്ങളെ അലങ്കരിക്കുവാൻ തക്ക യോഗ്യതയുള്ള കവിൾത്തടങ്ങളും ഉന്നതമായ നാസികയും കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടുകൂടിയും നീണ്ടുരുണ്ടു കിടക്കുന്ന 4 കൈകളുടെ മധ്യമായ മാറിടത്തിൽ മനോഹരമായിരിക്കുന്ന മുത്തുമാല കൊണ്ടും കണ്ടത്തിൽ ധരിച്ചിരിക്കുന്ന കൗസ്തുഭരത്നം കൊണ്ടും ശോഭിച്ചിരിക്കുന്ന ഭഗവാനെ സനകാദികൾ കണ്ടു. സൗന്ദര്യത്തിൻ്റെ പരമാവധിയായി ഭവിച്ചവൾ ഞാനെന്നുള്ള ലക്ഷ്മി ദേവിയുടെ ഗർവം ഈ സ്വരൂപത്തെ കണ്ടപ്പോൾ അസ്തമിച്ചതു കൊണ്ടോ എന്ന് തോന്നുമാറ് ലക്ഷ്മി ദേവിയാൽ നിരന്തരം ആശ്രയിക്കപ്പെട്ടിരിക്കുന്നതും ഭക്തന്മാരുടെ വിചാരശക്തിയാൽ സങ്കല്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും
എനിക്കും പരമശിവനും നിങ്ങൾക്കും എന്ന് വേണ്ട, ഭജിക്കുന്നവർക്കൊക്കെയും സർവാഭീഷ്ടത്തെയും സാധിപ്പിക്കുവാൻ തക്കവിധമുള്ള സൗന്ദര്യാതിശയത്തോടു കൂടിയതുമായ രൂപത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് സമീപത്തേക്ക് വരുന്ന ഭഗവാനെ കണ്ട് തൃപ്തിയടയാത്ത നേത്രങ്ങളോടുകൂടിയ സനകാദികൾ അതിസന്തോഷത്തോടുകൂടെ ദണ്ഡനമസ്കാരം ചെയ്തു. ദർശനമാത്രത്താൽ ആനന്ദിപ്പിക്കുവാൻ തക്ക സൗന്ദര്യമുള്ള താമരപ്പൂ പോലെ ഇരിക്കുന്ന കണ്ണുകളോടുകൂടിയ ഭഗവാന്റെ പാദപത്മങ്ങളുടെ കിഞ്ചൽക്ക തുല്യമായ വിരലുകളിൽ സംബന്ധിച്ചു കിടക്കുന്ന തുളസിയുടെ മകരന്ത ഗന്ധത്തോടുകൂടിയ വായു പാദപത്മത്തിൽ നമസ്കരിച്ച സനകാദികളുടെ നാസികാദ്വാരത്തിൽ കൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ നിർഗുണ ബ്രഹ്മസ്വരൂപന്മായി ഇരിക്കുന്നവരാണ് അവരെങ്കിലും അവരുടെ മനസ്സിന് അത്യാനന്ദത്തെയും ശരീരത്തിൽ രോമാഞ്ചത്തെയും ജനിപ്പിച്ചു. അധിക സൗന്ദര്യമുള്ള അതരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മുല്ലപ്പൂ പോലെ ശുഭ്രമായ മന്ദഹാസത്തോടുകൂടി ഇരിക്കുന്ന മുഖമാകുന്ന നീലത്താമരപ്പൂവിനെ നല്ലവണ്ണം നോക്കിയപ്പോൾ തന്നെ അവരുടെ സർവാഭീഷ്ടങ്ങളും സാധിച്ചു എന്നുള്ള കൃതാർത്ഥതയുണ്ടായി. പിന്നെയും ചുവപ്പ് നിറമുള്ള രത്നം പോലെയിരിക്കുന്ന നഖങ്ങളോടുകൂടിയ വിരലുകളുള്ള ഭഗവാന്റെ പാദങ്ങളെ ഏറ്റവും ശ്രദ്ധയോടുകൂടി നോക്കിയപ്പോൾ സർവ പുരുഷാർത്ഥത്തെയും സാധിപ്പിക്കുന്ന ദിവ്യാംഗം ഇതുതന്നെ എന്ന ഭാവനയോടെ ആ പാദത്തെ ഏറ്റവും ധ്യാനിച്ചുറപ്പിച്ചു. ഈ ലോകത്തിൽ കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അഷ്ടാംഗയോഗം എന്നീ മാർഗങ്ങളെ അഭ്യസിച്ചുകൊണ്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ സാധിപ്പാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് ധ്യാനിപ്പാനുള്ള വിഷയവും ധ്യാനദൃഷ്ട്യാ ദർശിക്കുന്നവരുടെ അത്യാദരത്തിന് യോഗ്യവും അവരുടെ സർവേന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നതും മറ്റുള്ള ദേവന്മാർക്ക് സിദ്ധിക്കാത്തവയും ഭഗവാന് ജന്മസിദ്ധങ്ങളുമായ അണിമാദ്യ അഷ്ടവിഭൂതികളാൽ ആശ്രയിക്കപ്പെട്ടിരിക്കുന്നതുമായ പുരുഷരൂപത്തെ സനകാദികൾക്ക് പ്രത്യക്ഷമായി കാട്ടിക്കൊടുക്കുന്ന ആ ഭഗവാനെ അവർ സ്തുതിച്ചു. ഹേ അനന്ത, ആരാലും പരിച്ഛേദിക്കപ്പെടുവാൻ കഴിയാത്ത മഹിമയോടുകൂടിയ ഭഗവൻ, അങ്ങ് ഞങ്ങളുടെ നേത്രങ്ങൾക്ക് വിഷയമായി ഭവിച്ചത് ഞങ്ങളിൽ പ്രകാശിപ്പിച്ചതായ കാരുണ്യവൈഭവം തന്നെ. എന്തുകൊണ്ടെന്നാൽ ദേഹാന്ദ്രിയാദികളിൽ ആത്മഭാവത്തോടുകൂടി വസിക്കുന്ന മനസ്കന്മാരുടെയും ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അങ്ങയെ കാണുവാനോ അറിയുവാനോ കഴിയാത്ത വിധത്തിൽ അവരിൽ നിന്നും മറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ സ്വഭാവമാകുന്നു. ഞങ്ങളിലാകട്ടെ ആ വിധം വസിക്കാതെ പ്രത്യക്ഷനായല്ലോ, അത് മഹാഭാഗ്യമായി. അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ച ഞങ്ങളുടെ പിതാവായ ബ്രഹ്മദേവൻ്റെ മുഖത്തിൽ നിന്ന് അങ്ങയുടെ രഹസ്യമായ തത്വം കേട്ടതോടുകൂടി അങ്ങയെ ഞങ്ങൾ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ രൂപത്തെ ഇപ്പോൾ പ്രത്യക്ഷമായി കാട്ടിത്തന്നത് അവിടുത്തെ കൃപാതിശയം തന്നെ. കഷ്ടം, ഇത്രയും കാലം തുച്ഛമായ സംസാര ദുഃഖത്തെ അന്വേഷിച്ചുകൊണ്ട് വൃഥാ കാലക്ഷേപം ചെയ്തുവല്ലോ എന്നുള്ള പശ്ചാത്താപം എപ്പോൾ ജനിക്കുന്നുവോ അപ്പോൾ ശ്രവണമനനാദികളായ ഭക്തിമാർഗങ്ങളിൽ പ്രവൃത്തി ആരംഭിക്കും. ക്രമത്തിൽ ദേഹേന്ദ്രിയാദികളിലുണ്ടായിരുന്ന അഹംഭാവം നശിക്കും. അപ്പോൾ വിഷയവിരക്തിയും സംഭവിക്കും. ഈ നിലയിലെത്തുന്ന മുനിമാർ യാതൊരു പരമാത്മാവിനെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുന്നുവോ, ഞങ്ങളുടെ പിതാവായ ബ്രഹ്മദേവൻ ഞങ്ങൾക്ക് ഉപദേശിച്ചതായ ആ സത്യമായ പരമാത്മസ്വരൂപൻ അങ്ങുതന്നെയെന്ന് ഞങ്ങൾ അറിയുന്നു. ഭക്തന്മാരെ ആനന്ദിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ശുദ്ധ സത്വപ്രധാനമായ ഈ സ്വരൂപത്തെ സ്വേച്ഛയ അങ്ങ് അംഗീകരിച്ചിരിക്കുന്നത്. ഹേ ഭഗവൻ, കീർത്തിപ്പാൻ യോഗ്യവും കീർത്തിക്കുന്നവർക്കും കേൾക്കുന്നവർക്കുമുള്ള അശുഭവാസനകളെ അകറ്റി പരിശുദ്ധിയെ ജനിപ്പിക്കുന്നതിന് സമർത്ഥവുമായ യശസ്സോടുകൂടിയ അങ്ങയുടെ കഥകളുടെ രസം അറിയുന്നവരും പരമപുരുഷാർത്ഥമാകുന്ന പ്രയോജനത്തെ പ്രയാസം കൂടാതെ സമ്പാദിപ്പാനുള്ള ഉപായം അറിയുന്നവരുമായ ജനങ്ങൾ അങ്ങയുടെ പാദകമലത്തെ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു. നാശരഹിതവും അങ്ങയുടെ പരമപ്രസാദ സ്വരൂപവുമായ മോക്ഷത്തെ കൂടെ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നിരിക്കെ അങ്ങയുടെ പുരികമാകുന്ന കാലശക്തിയുടെ വ്യാപാരത്താൽ ക്ഷണത്തിൽ നശിക്കുന്ന ഇന്ദ്രാദിപദത്തെ കൂടെ അവർ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയണമോ? ഹേ ഭഗവൻ, ഇതിനു മുമ്പ് ഞങ്ങൾക്ക് പാപമുണ്ടായിരുന്നില്ല. എങ്കിലും ഇപ്പോൾ അങ്ങയുടെ ഭക്തന്മാരായ ഈ ദ്വാരപാലന്മാരെ ശപിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പാപം സംഭവിച്ചു. അതിൻ്റെ ഫലമായിട്ട് നീചയോനികളിൽ ഞങ്ങൾ ജനിക്കേണ്ടവരായി വരുമെങ്കിൽ അത് സംഭവിച്ചു കൊള്ളട്ടെ. അത് വരുത്താതെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നില്ല. എന്നാൽ ആ ജന്മങ്ങളിലും ഞങ്ങളുടെ മനസ്സ് പുഷ്പങ്ങളിൽ രമിക്കുന്ന വണ്ടെന്ന പോലെ അങ്ങയുടെ പാദങ്ങളിൽ രമിക്കണം. വാക്കുകൾ തുളസി എന്ന പോലെ അങ്ങയുടെ പാദശോഭകളെ വർണ്ണിക്കുന്നവയായി വരണം. ശ്രോത്രദ്വാരങ്ങൾ അങ്ങയെക്കുറിച്ചുള്ള കഥാശ്രവണം കൊണ്ട് നിറയണം. ഇങ്ങനെ വരുവാൻ അനുഗ്രഹിക്കണമേ. ഹേ ഈശ്വര, ഈ സ്വരൂപത്തെ ഇപ്രകാരം ഞങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷമാക്കിയതുകൊണ്ട് ഞങ്ങളുടെ നേത്രങ്ങൾ പരമാനന്ദത്തെ പ്രാപിച്ചു. വിഷയാവിഷ്ട ചിത്തന്മാർക്ക് ഈ വിധം സാക്ഷാത്കാരം സിദ്ധിക്കുകയില്ല.
ദുർലഭമായ ഈ രൂപദർശനത്തിനു വേണ്ടി തന്നെയാണ് ഞങ്ങളിവിടെ വന്നത്. അത് സാധിച്ചു. ഇപ്രകാരം ഞങ്ങളെ അനുഗ്രഹിച്ച പരമൈശ്വര്യ സ്വരൂപനായ അങ്ങേക്കു നമസ്കാരം. സനകാദി മുനികളുടെ ശ്രുതി സമാപിച്ചു. 15-ാം അധ്യായം സമാപിച്ചു. 16-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.